വയനാട്ടിൽ കൽപ്പറ്റയിലെ UDF സ്ഥാനാർത്ഥിയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയ സംഭവത്തിൽ ശക്തമായ നിയമ നടപടി ആവശ്യപ്പെട്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി. പോലീസും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനും ശക്തമായ നടപടിയെടുക്കണം. ഇതോടെ കൽപ്പറ്റയിലെ UDF നേതൃത്വം കൂടുതൽ പ്രതിരോധത്തിലായി. ബുധനാഴ്ച രാത്രിയിലാണ് വയനാട് കൽപ്പറ്റ നഗരസഭ 5-ാം വാർഡ് UDF സ്ഥാനാർത്ഥിയായ കെ ചിത്രയുടെ വീട്ടിൽ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ പിടികൂടിയത്. സംഭവം പുറത്തു വന്നതിന് പിന്നാലെ പോലീസും തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരും ചിത്രയുടെ വീട്ടിൽ പരിശോധന നടത്തിയിരുന്നു. ഭക്ഷ്യക്കിറ്റ് നൽകി വോട്ടർമാരെ സ്വാധീനിക്കാൻ ശ്രമമെന്ന് LDF ആരോപിച്ചു. ശക്തമായ നിയമ നടപടി ഈ കാര്യത്തിൽ ഉണ്ടാവണമെന്നും തോൽവി ഭയന്നാണ് UDF ഭക്ഷ്യക്കിറ്റുകൾ വിതരണം ചെയ്തതെന്നും വാർഡിലെ LDF സ്ഥാനാർത്ഥിയായ ഷീബ വിജയൻ കൈരളി ന്യൂസിനോട് പറഞ്ഞു. രാത്രി കുറേ നേരം കഴിഞ്ഞപ്പോഴാണ് ഇവിടെ സഖാക്കൾ വിളിച്ച് പറയുന്നത്. അതിൻ്റെ മുന്നേ തന്നെ എന്നെ ഈ നാട്ടിലത്തെ ഒരാൾ തന്നെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷീബേ ഇങ്ങനെ ഒരു കിറ്റ് കൊടുക്കുന്നുണ്ട്, ഇവിടെ ചെക്കന്മാരൊക്കെ പറയുന്നുണ്ട്, എന്താണെന്ന് ചോദിക്കുമെന്നും പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. ജനാധിപത്യ രീതിയിൽ നടക്കേണ്ട ഒരു വോട്ടെടുപ്പ്, അതിൽ ആളുകൾക്ക് ഇഷ്ടമുള്ളവർക്ക് അവരവർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരമുള്ളവർക്ക് പൈസ കൊടുത്തിട്ടും കിറ്റ് കൊടുത്തിട്ടും സ്വാധീനിക്കേണ്ട കാര്യം നമുക്കില്ല. അപ്പോൾ ഞാനിവിടെ 10-29 വർഷമായിട്ട് ഞാനിവിടെ ഉള്ള ആളാണ്. ഇവിടെ ഈ അംഗൻവാടിയായിട്ടും തൊഴിലുറപ്പിൻ്റെ ആണെങ്കിലും പിന്നെ എന്ത് പരിപാടി ഉണ്ടെങ്കിലും ഞാനിവിടെ ഉണ്ടാവലുണ്ട്. ഓണാഘോഷ പരിപാടിയാണെങ്കിലും എന്ത് കാര്യത്തിനും നമ്മളിവിടെ ഉണ്ടാവലുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഞാനായതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഇവരങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുക, അറിയില്ല, അതിനെക്കുറിച്ച് എനിക്ക് അധികം അറിയില്ല. പിന്നെ കിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ സർക്കാർ അത് കൊടുത്തിരുന്നത് നമ്മളെ ഇതിൽ അന്ന് അത്രയും കഷ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടിയിട്ടാണ് അത് കൊടുത്തുകൊണ്ടിരുന്നത്. അതിപ്പോൾ ഇങ്ങനെ ഒരു വോട്ടിന് വേണ്ടിയിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല. ഓട്ടോറിക്ഷയിൽ നിന്നാണ് കിറ്റുകൾ കണ്ടെത്തിയത്. കോൺഗ്രസ് പ്രവർത്തകന്റെ വാഹനത്തിൽ നിന്നാണ് കിറ്റ് പിടിച്ചെടുത്തതെന്നാണ് ആരോപണം. കൈരളി ന്യൂസ്, വയനാട്.